നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അന്തരിച്ചു. 102-ാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനിക്കിയ ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. VSന്റെ മൃതദേഹം മറ്റന്നാൾ സംസ്കരിക്കും. ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരത്ത് പൊതുദർശനം, നാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക്. വാർത്തകൾ വിശദമായി. വിപ്ലവ സൂര്യൻ മാഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ വിടവാങ്ങി. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച VSന് പിന്നീട് സാധാരണ നിലയിലേക്ക് തിരിച്ചുവരാൻ സാധിച്ചിരുന്നില്ല. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ VSന്റെ ചികിത്സ തുടരുന്നതിനിടെയായിരുന്നു അന്ത്യം. മരിക്കുമ്പോൾ 101 വയസ്സായിരുന്നു VS അച്യുതാനന്ദന്റെ പ്രായം. കേരളത്തിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ. CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ നിലകളിലെല്ലാം പ്രവർത്തിച്ച VS അക്ഷരാർത്ഥത്തിൽ സമര കേരളത്തിന്റെ രാഷ്ട്രീയ മുഖമായിരുന്നു. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന് CPIM രൂപീകരിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്ന അവസാന നേതാവ് കൂടിയാണ് ഓർമ്മയാകുന്നത്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യകേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. VSന്റെ ജീവിത ചരിത്രമെന്നാൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. തിരുവിതാംകൂറിലും പിന്നീട് ഐക്യ കേരളത്തിലും നടന്ന തൊഴിലാളി വർഗ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം കൂടിയാണ് VSന്റെ വിയോഗത്തോടെ അവസാനിച്ചിരിക്കുന്നത്. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൽ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം, തലകുരിക്കാത്തതാണെന്റെ യൗവനം. ഉന്നയിക്കുന്ന വിഷയങ്ങളിലും നിലപാടുകളിലും വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട ജനകീയ വിഷയങ്ങളിൽ ജനപക്ഷത്തു നിന്ന് നേതാവായിരുന്നു VS. ഐക്യകേരളം രൂപപ്പെടുന്നതിനു മുമ്പ് ജന്മിത്വത്തിനും അധികാരത്തിനുമെതിരെ ഉജ്ജ്വലമായ സമരങ്ങൾ അദ്ദേഹം നയിച്ചു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട VSന് അച്ഛൻ പകർന്ന പോരാട്ട വീര്യമാണ് പിന്നീടങ്ങോട്ട് കരുത്തായത്. കമ്മ്യൂണിസത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത് P. കൃഷ്ണപിള്ളയായിരുന്നു. കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട VSന്റെ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗശൈലി രൂപപ്പെട്ടതും അക്കാലത്താണ്. ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായി പങ്കെടുത്തു. പുന്നപ്ര വയലാർ സമരത്തിന് പിന്നാലെ പോലീസിന്റെ പിടിയിലായി. 17-ാം വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ VS പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിലും വൻ രാഷ്ട്രീയ ശക്തിയാക്കുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുമ്പോൾ പാർട്ടിയുടെ 9 സംസ്ഥാന സമിതി അംഗങ്ങളിൽ ഒരാളായിരുന്നു VS. പാർട്ടി ജില്ലാ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന VS പാർട്ടിക്കകത്തും തികഞ്ഞ പോരാളിയായിരുന്നു. പാർട്ടിക്കു പുറത്തെ എതിരാളികളെ നേരിടുന്നതിനേക്കാൾ കണിശതയോടെ പാർട്ടിക്കകത്തും ശബ്ദമുയർത്തി. പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടും പാർട്ടിയുടെ അച്ചടക്ക നടപടി ഭയന്ന് സ്വന്തം നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയില്ല. 2006 പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ആദ്യഘട്ടത്തിൽ VSന്റെ പേരുണ്ടായിരുന്നില്ല. പിന്നീട് പാർട്ടി പ്രവർത്തകരുടെ വൻ പ്രതിഷേധമുയർന്നതോടെയാണ് മലമ്പുഴയിൽ നിന്ന് മത്സരിച്ചത്. 20,000-ലധികം വോട്ടിന്റെ കരുത്തിലാണ് തിരഞ്ഞെടുപ്പ് ജയിച്ച കേരള മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം നടന്നു കയറിയത്. ആരോപണങ്ങളും വിമർശനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയെങ്കിലും അണികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു VS. നീതി നിഷേധിക്കപ്പെട്ടവരിൽ തങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു നേതാവുണ്ട് എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് VS എന്ന കമ്മ്യൂണിസ്റ്റിന്റെ വിജയം.
VSന്റെ മൃതദേഹം മറ്റന്നാൾ സംസ്കരിക്കും. ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരത്ത് പൊതുദർശനം, നാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കേരളത്തിന്റെ പ്രിയ നേതാവ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇന്ന് വൈകിട്ട് 3:20 അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരത്ത് പഴയ AKG സെന്ററിലേക്ക് കൊണ്ടുപോകും. ഇന്ന് രാത്രി 8-ന് തിരുവനന്തപുരത്ത് VSന്റെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. നാളെ വൈകിട്ട് ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. മറ്റന്നാൾ രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ആലപ്പുഴ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കുന്ന മൃതദേഹം ആലപ്പുഴയിൽ വലിയ ചുടുകാട് ശ്മശാനത്തിൽ വൈകിട്ടോടെ സംസ്കാരം നടക്കും. പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നിർദ്ദേശം നൽകി. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാക്കാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക്. ഗതാഗത മന്ത്രി കഴിഞ്ഞ ദിവസം ബസ് ഉടമകളുമായി ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയിരുന്നില്ല. ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം സമരത്തിൽ നിന്നും പിന്മാറിയിരുന്നു. ചൊവ്വാഴ്ചയ്ക്ക് മുമ്പ് വീണ്ടും ചർച്ച ചെയ്യാമെന്ന് മന്ത്രി പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ബസ് ഉടമകൾക്ക് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് കൂട്ടുന്നതിൽ ഗതാഗത സെക്രട്ടറി വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തുമെന്നും പെർമിറ്റ് പുതുക്കുന്നതിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്റർ അധികമോടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈ മാസം 8-ന് സ്വകാര്യ ബസ്സുകൾ സൂചനാ സമരം നടത്തിയിരുന്നു. ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പുതുക്കാട് ബാർ ജീവനക്കാരനെ കുത്തിക്കൊന്നു. ഞായറാഴ്ച രാത്രി 11:40 സംഭവം. എരുമപ്പെട്ടി നെല്ലുവായ് മുരിങ്ങത്തേരി സ്വദേശി 62 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ആമ്പല്ലൂർ അളഗപ്പ നഗർ സ്വദേശി സിജോ മണിക്കൂറുകൾക്കകം പുതുക്കാട് പോലീസിന്റെ പിടിയിലായി. ഇന്നലെ പകൽ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിങ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ടച്ചിങ്സ് തർക്കത്തിൽ ഇടപെട്ടിട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനു ശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടെയായിരുന്നു ആക്രമണം. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ പിന്തുടർന്നെത്തിയ യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കഴുത്തിൽ കത്തികൊണ്ട് കുത്തി ഓടിപ്പോവുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന മണിക്കൂറുകൾക്കകം പോലീസ് ഊർജിത അന്വേഷണം നടത്തിയാണ് പ്രതിയെ പിടികൂടിയത്. ബുൾഡോസർ രാജിലൂടെ ആസാമിലെ മുസ്ലിം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 1000-ഓളം പേരുടെ വീടുകൾ തകർത്ത BJP ഭരണകൂടം ഹിറ്റ്ലർ തുറന്നതുപോലുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ചുവട് എന്ന തലക്കെട്ടിൽ ജവഹർ ബാലഭവനിൽ സംഘടിപ്പിച്ച ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെ പുറത്താക്കാനുള്ള നീക്കം BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണമെന്ന പേരിൽ പൗരത്വ നിയമം വളഞ്ഞ വഴിയിൽ നടപ്പിലാക്കാൻ BJP പല സംസ്ഥാനങ്ങളിലും ശ്രമം നടത്തുന്നുവെന്നും റസാഖ് പാലേരി കൂട്ടിച്ചേർത്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV സഫീഷ, MK അസ്ലാം, ജനറൽ കൗൺസിൽ അംഗം സാലി കോടപ്പന, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഉമൈറ KS, റക്കീബ് K തറയിൽ, ട്രഷറർ PB ആരിഫ് മുഹമ്മദ് എന്നിവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. ചാവക്കാട് മണത്തല കോട്ടപ്പുറത്തു നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെത്തി. പുതിയറ സർവീസ് റോഡിന്റെ പടിഞ്ഞാറ് വശത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ മുൻവശത്തു നിന്നാണ് ചെടി കണ്ടെത്തിയത്. സംഭവത്തിൽ കഞ്ചാവ് ചെടി നട്ട് വളർത്തിയ ആളെ അന്വേഷിച്ചു വരികയാണ്. ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയും സംഘവും ചേർന്നാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. സംഘത്തിൽ പ്രിവന്റീവ് ഓഫീസർമാരായ AB അരുൺകുമാർ, TR സുനിൽ, അനിൽ പ്രസാദ്, സിവിൽ എക്സൈസ് ഓഫീസർ ജംഷീർ, റഫീഖ് എന്നിവരും ഉണ്ടായിരുന്നു. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൽ സ്ഥിരം വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് ജനങ്ങളെ വലയ്ക്കുന്നു. കടങ്ങോട്, ചിറമനേങ്ങാട്, വെള്ളറക്കാട് എന്നീ 3 വില്ലേജുകൾ ഉൾപ്പെടുന്നതാണ് വെള്ളറക്കാട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ്. 10 കിലോമീറ്റർ അധികമാണ് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തന പരിധി. അതിനാൽ തന്നെ 100 കണക്കിന് ഗുണഭോക്താക്കളാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിവസവും ഇവിടെ എത്തുന്നത്. എന്നാൽ സ്ഥിരമായി വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ആവശ്യങ്ങൾ നടക്കാതെ ഗുണഭോക്താക്കൾ മടങ്ങിപ്പോകേണ്ട സാഹചര്യമാണുള്ളത്.
വിദ്യാർത്ഥികളും വയോധികരും ഉൾപ്പെടെയുള്ളവർ പല ആവശ്യങ്ങൾക്കായി ദിവസങ്ങളോളം വില്ലേജ് ഓഫീസിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണ്. സ്ഥലം മാറിപ്പോകുന്ന ഓഫീസർമാർക്ക് പകരം പുതിയ ആളെ നിയമിക്കാൻ എടുക്കുന്ന കാലതാമസവും ചാർജ് എടുക്കുന്നവർ അവധിയിൽ പോകുന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം. എത്രയും പെട്ടെന്ന് സ്ഥിരം വില്ലേജ് ഓഫീസറെ നിയമിച്ചുകൊണ്ട് ജനങ്ങളുടെ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി.കെ. വിനയകുമാർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. താടിയലിലെ പേശികളും പല്ലുകളും തമ്മിലുള്ള ബന്ധത്തിലുള്ള മാറ്റങ്ങൾ മൂലം തലവേദന, ഉറക്കക്കുറവ് എന്നിവയിലേക്ക് എങ്ങനെ നയിക്കുന്നു എന്ന വിഷയത്തിൽ 50-ലധികം ഡോക്ടർമാർക്കുള്ള ശില്പശാലയാണ് സംഘടിപ്പിച്ചത്. ഡോക്ടർ ധനലക്ഷ്മി MDS PhD ക്ലാസുകൾ നയിച്ചു. കുട്ടികളിലെ മുഖത്തിലെ വൈകല്യങ്ങൾ മുൻപേ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതിനുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ എർലി സ്റ്റെപ്സ് ടു പെർഫെക്റ്റ് സ്മൈൽ എന്ന പേരിൽ 10,000-ലധികം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും നടത്തുമെന്ന് പ്രസിഡന്റ് ക്യാപ്റ്റൻ ഡോക്ടർ ജോവി ഊക്കൻ, ഡോക്ടർ സുനിൽ മുഹമ്മദ് എന്നിവർ അറിയിച്ചു. തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുട്ടികളുടെ ദന്ത ആരോഗ്യ സംരക്ഷണത്തിനായി സ്കീമുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ആലോചിക്കുന്നതായും ഭാരവാഹികൾ വ്യക്തമാക്കി. കുന്നംകുളം IDA സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, ട്രഷറർ ഡോക്ടർ നജ്മുദ്ദീൻ, CDE കൺവീനർ ഡോക്ടർ ടെറൻസ് എബ്രഹാം, CDH കൺവീനർ ഡോക്ടർ ഡെറിക് ജോസഫ് എന്നിവർ സംസാരിച്ചു. കടപ്പുറം പഞ്ചായത്തിലെ 3-ാം വാർഡ് ബ്ലാങ്ങാട് വൈലിയിലെ BJP ജനപ്രതിനിധി പ്രദേശവാസികൾക്ക് നൽകിയ റോഡ് സംബന്ധിച്ച വാഗ്ദാനം നടപ്പിലാക്കിയില്ലെന്നാരോപിച്ച് CPIM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPM കടപ്പുറം ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ജ്വാല പാർട്ടി ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് അധ്യക്ഷനായി. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KV അഷറഫ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CK വേണു, ബീന, MS പ്രകാശൻ, വസന്ത വേണു, ബ്രാഞ്ച് സെക്രട്ടറി MT ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പറക്കാട് ഗ്രാമം ലഹരി വിരുദ്ധ പദയാത്ര നടത്തി. കലാദീപം വായനശാലയുടെയും ഫ്രണ്ട്സ് വായനശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് പാവർട്ടി പോലീസ് സ്റ്റേഷൻ SI അനുരാജ് നിർവഹിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് TN ലെനിൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചങ്കുളം, സെക്രട്ടറി PS സുഷീർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് കുടുംബശ്രീ 11-ാം വാർഡ് ADSന്റെ നേതൃത്വത്തിൽ സൗജന്യ ഔഷധക്കഞ്ഞി വിതരണം ആരംഭിച്ചു. നാടിനാകെ ആരോഗ്യം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുണ്ടന്നൂർ ചുങ്കം ഹെൽത്ത് സെന്ററിൽ 7 ദിവസമാണ് ഔഷധക്കഞ്ഞി വിതരണം ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 9 വർഷമായി ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. ബ്ലോക്ക് കോർഡിനേറ്റർ അമ്പിളി വിനോദ്, ഓമന ഉണ്ണികൃഷ്ണൻ, VK സഫിയ, KM ആസിയ, ദമയന്തി രാവുണ്ണി, നളിനി രവീന്ദ്രൻ, ഗിരിജ ഷാജു, ബിന്ദു എന്നിവർ സംസാരിച്ചു. ഗൃഹാതുര സ്മരണകളുടെ നിറവിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അക്കിക്കാവ് TMVHSലെ 1985-86 വർഷത്തെ SSLC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പഴയ കൂട്ടുകാരുടെ ഓർമ്മകളിലേക്കുള്ള തിരിച്ചുപോക്കായി. കാലമല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ അളവുകോൽ എന്നതിന്റെ ഉദാഹരണമായി അരനൂറ്റാണ്ടിനു ശേഷം ഒരു ഒത്തുചേരൽ. സുഹൃത്ത് സംഗമം എന്ന പേരിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനെ അവർ തെരഞ്ഞെടുത്തത് കൂടുതൽ അംഗങ്ങളും 1-ാം ക്ലാസ് മുതൽ പഠനമാരംഭിച്ച അക്കിക്കാവ് ആൽത്തറ LMUP സ്കൂളായിരുന്നു. ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ രൂപീകരിച്ച സുഹൃത്ത് സംഗമം സ്കൂൾ ഹാളിൽ വെച്ച് ഗ്രൂപ്പ് പ്രസിഡന്റ് സുരേഷ് തിപ്പിലശ്ശേരി വിളക്കുകൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സേതുമാധവൻ, ട്രഷറർ ഉമ്മർ, രക്ഷാധികാരികളായ അജയ് ഘോഷ്, ശിവദാസൻ എന്നിവർ സംഗമത്തിന് ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികൾക്ക് പുറമെ കുടുംബാംഗങ്ങളും പങ്കെടുത്തത് ആഹ്ലാദമായി. ഔപചാരിക ചടങ്ങുകൾക്ക് ശേഷം പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും ഉച്ചഭക്ഷണത്തിന് ശേഷം പാട്ടുപാടിയും നൃത്തം അവതരിപ്പിച്ചും തമാശകൾ പറഞ്ഞും ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫികളുമായി വൈകിട്ട് 4-ന് സംഗമം സമാപിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ചാലിശ്ശേരി സെന്റ് ഔഗീൻസ് പള്ളിയിൽ അബ്രഹാം മാർ കുർലോസ് ബാവയുടെ 223-ാം ഓർമ്മ പെരുന്നാൾ ആഘോഷം നടന്നു. പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണവും ധൂപ പ്രാർത്ഥനയും പൊതുസദ്യയും ഉണ്ടായി. വിശുദ്ധ കർമ്മങ്ങൾക്ക് ഫാദർ പ്രിൻസ് ഐ കോലാടി കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് സെക്രട്ടറി MV രാജു, ട്രഷറർ ബോബൻ സി പോൾ എന്നിവർ അടങ്ങുന്ന ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി.
ചാവക്കാട് തിരുവത്ര ടി മാധവൻ സ്മാരക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യുവകലാസാഹിതി സംസ്ഥാന രക്ഷാധികാരി EM സതീശൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ചേരി GMLP സ്കൂൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചാവക്കാട് നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ അധ്യക്ഷനായി. CPI മണ്ഡലം കമ്മിറ്റി അംഗം രുക്മിണി വേണുഗോപാൽ, ചാവക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AA ശിവദാസൻ എന്നിവർ സംസാരിച്ചു. വായനശാല സെക്രട്ടറി MK ഷാജി സ്വാഗതവും പ്രസിഡന്റ് NK രമേശൻ നന്ദിയും പറഞ്ഞു. VA ബക്കർ, MS സുബിൻ, KK ത്രിവിക്രമൻ, MA ധർമ്മപാലൻ, TM ബാബു, ഓമന ഭദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മ ഒത്തുചേർന്നു. സംഗീതത്തിൽ അലിഞ്ഞ് ലൈബ്രറി, ഓപ്പൺ സ്റ്റേജും പരിസരവും. റിപ്പോർട്ടിലേക്ക്. വരൂ, ഒരു ചായ മോന്തി പരിപ്പുവടത്തുനിന്ന് കുറച്ച് വർത്തമാനം പറഞ്ഞും പാട്ടുപാടിയും കൂടാം. വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഈ ഒരു ഹെഡ്ലൈൻ പോസ്റ്റർ കണ്ട് കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി CV ശ്രീരാമൻ ഹാളിൽ വന്നെത്തിയത് കുന്നംകുളത്തുകാർ മാത്രമല്ല, തൃശൂരിൽ നിന്നും വാടാനപ്പള്ളിയിൽ നിന്നും വരെയാണ്. കുന്നംകുളം മുനിസിപ്പൽ ലൈബ്രറി റീഡേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലുള്ള മ്യൂസിക് ഫോറമാണ് ഇങ്ങനെ ഒരു ആശയം തുടങ്ങിവെച്ചത്. പാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം തുടങ്ങിയ ആദ്യ പരിപാടിയിൽ പ്രത്യേകം ക്ഷണിച്ച 20ഓളം പേരാണ് ഒത്തുചേർന്നതെങ്കിൽ ഇത്തവണ എത്തിയത് 50ഓളം പേർ. ചായയും പരിപ്പുവടയും മാത്രമല്ല, പാട്ടുപാടാനുള്ള മികച്ച ശബ്ദ സംവിധാനവും ഒരുക്കിയാണ് പരിപാടി എന്നതുകൊണ്ട് പലർക്കും നല്ലൊരു സദസ്സിന് മുൻപിൽ നന്നായി ഒരു പാട്ടുപാടാനുള്ള അവസരം കൂടിയായി മാറുകയാണ് ഈ സംഗീത സൗഹൃദം. നാടകപ്രവർത്തകനും ചിത്രകാരനും മ്യൂസിഷ്യനുമായ സുനിൽ ചൂണ്ടലും കിഷോർ കക്കാടും ശശി ആഴ്ചത്തുമാണ് മ്യൂസിക് ഫോറത്തിന്റെ സംഘാടകർ. മാസത്തിൽ ഒരു ദിവസം എന്ന രീതിയിൽ ഈ പാട്ടും പാടി കൂടാം പരിപാടി തുടരുമെന്ന് സംഘാടകരും അടുത്ത കൂടലിന് കാത്തിരിക്കുകയാണെന്ന് ഒത്തുകൂടിയവരും പറഞ്ഞു. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ചിന്റെ പ്രവർത്തന വിപുലീകരണത്തിന്റെ ഭാഗമായി പുത്തൂരിൽ പുതിയ യൂണിറ്റ് രൂപീകരിച്ചു. പുത്തൂർ DGSLP സ്കൂളിൽ നടന്ന യൂണിറ്റ് രൂപീകരണ പൊതുയോഗം ആക്ട്സ് ജില്ലാ സെക്രട്ടറി AF ജോണി ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് CT ജെയിംസ് അധ്യക്ഷനായി. ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് സെക്രട്ടറി MM മുഹസിൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്രാഞ്ച് ട്രഷറർ MK മുഹമ്മദ് ബഷീർ, ബ്രാഞ്ച് കൺവീനർ ജോൺ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ഭാരവാഹികളായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം അജിത ഉമേഷ് രക്ഷാധികാരി, PS കിഷോർ പ്രസിഡന്റ്, PS നികേഷ് സെക്രട്ടറി, അനിൽകുമാർ ട്രഷറർ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. കുന്നംകുളം ആർത്താറ്റ് ഹോളിക്രോസ് ഇടവകയിലെ സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു. ഞായറാഴ്ച തിരുകർമ്മങ്ങളോടെ കുടുംബ കൂട്ടായ്മ വാർഷികത്തിന് തുടക്കം കുറിച്ചു. വൈകിട്ട് 6-ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ് നൊവേന, നേർച്ച വിതരണം എന്നിവ ഉണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 6:30-ന് പാരിഷ് ഹാളിൽ ആരംഭിച്ച വാർഷികാഘോഷത്തിൽ ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സിമി ജോസ് വാർഷിക റിപ്പോർട്ടും ട്രഷറർ ഉല്ലാസ് അക്കൗണ്ട് റിപ്പോർട്ടും അവതരിപ്പിച്ചു. സിസ്റ്റർ അഞ്ജന, ഇടവക ട്രസ്റ്റി റാഫി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ യൂണിറ്റിലെ മുതിർന്ന അംഗത്തെ ആദരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വിജയം വരിച്ചവരെ വിദ്യാഭ്യാസ പുരസ്കാരം നൽകി അനുമോദിച്ചു. വാർഷികാഘോഷത്തിലേക്ക് കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് ഷൈജു ആളൂർ സ്വാഗതവും പൗളി ഇട്ടൂപ്പ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാസന്ധ്യയും സ്നേഹവിരുന്നും ഉണ്ടായി.
നിത്യവിശുദ്ധയാം കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെട്ടൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാനെ വരവായാ ചൊല്ല്. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ആശയവുമായി വീടുകളിൽ നിന്നും വിവിധതരം ഫലവൃക്ഷ തൈകൾ കൊണ്ടുവന്ന് ആത്മമിത്രങ്ങൾക്ക് കൈമാറുന്ന ചങ്ങാതിക്കൊരു തൈ പദ്ധതിക്ക് കുന്നംകുളം നഗരസഭയിൽ തുടക്കമായി. നഗരസഭ, കൃഷിഭവൻ, ജില്ലാ ഹരിത കേരള മിഷൻ എന്നിവ സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതി വാർഡ് 24-ലെ ആനായിക്കൽ CMS-LP സ്കൂളിലാണ് ആരംഭിച്ചത്. സ്കൂളിലെ എല്ലാ കുട്ടികളും ഓരോ ഫലവൃക്ഷ തൈകൾ കൊണ്ടുവരണമെന്ന് സ്കൂൾ അധികൃതർ രക്ഷിതാക്കളോട് അറിയിച്ചതിനെ തുടർന്ന് എല്ലാ കുട്ടികളും ഏറെ ഉത്സാഹത്തോടെ തന്നെ തൈകൾ കൊണ്ടുവന്നു. തുടർന്ന് സ്കൂൾ അങ്കണത്തിൽ വെച്ച് തൈകൾ പരസ്പരം കൈമാറി. ഇതോടൊപ്പം നഗരസഭ കൃഷി വകുപ്പുമായി സഹകരിച്ച് കുട്ടികൾക്ക് 100 കശുമാവിൻ തൈകളും വിതരണം ചെയ്തു. ഫലവൃക്ഷ തൈകൾ വീട്ടിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാനും തുടർന്ന് അതിനെ പരിപാലിക്കാനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ അധ്യാപകർ കുട്ടികൾക്ക് നൽകി. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഒരു തൈ നടാം 1 കോടി ഫലവൃക്ഷ തൈകൾ ക്യാമ്പയിന്റെ ഭാഗമായാണ് നഗരസഭാ തലത്തിൽ ചങ്ങാതിക്കൊരു തൈ പദ്ധതി ആരംഭിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ TB ബിനീഷ് അധ്യക്ഷനായി. പ്രധാനാധ്യാപിക ഷീജ P രാഘവൻ, കൃഷി ഓഫീസർ ജയൻ മുതുകുളം, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ഭവ്യ വിൻസാൽ, PTA പ്രസിഡന്റ് രേഷ്മ ജയറാം, സ്റ്റാഫ് സെക്രട്ടറി സിമി സോളമൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിയൂർ CM UP സ്കൂളിൽ ചാന്ദ്രദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. ഓരോ ക്ലാസുകളിലെ കുട്ടികളും ചാന്ദ്രദിന പതിപ്പുകൾ തയ്യാറാക്കി ക്വിസ് മത്സരം, റോക്കറ്റ് നിർമ്മാണം, പാട്ടുകളുടെ അവതരണം എന്നിവയും സംഘടിപ്പിച്ചു. പ്ലാസ്റ്റിക് സമൂഹത്തിൽ ഉയർത്തുന്ന ഭീഷണി മുൻനിർത്തി ഉപയോഗശൂന്യമായ ന്യൂസ് പേപ്പറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോക്കറ്റ് പ്രതീകാത്മകമായി വിക്ഷേപിച്ചായിരുന്നു ദിനാചരണം ആരംഭിച്ചത്. ഹെഡ് മിസ്ട്രസ് വിജി വില്യംസ്, PTA പ്രസിഡന്റ് TB രമേശ്, അധ്യാപകരായ സിന്ധു, വിനീത എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ക്ലാസ്സിൽ നിന്നും കവിതയും ചാന്ദ്രദിന പതിപ്പും അമ്പിളി മാമനൊരു കത്തും തയ്യാറാക്കിയിരുന്നു. തൃത്താല പൈതൃക അക്കാദമി ചെയർമാൻ ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗള എന്ന സിനിമ ജൂലൈ 18-ന് റിലീസ് ചെയ്യുന്നതിന്റെ ഭാഗമായി അണിയറ പ്രവർത്തകർക്ക് അനുമോദനവും ട്രെയിലർ പ്രദർശനവും നടന്നു. പൈതൃക അക്കാദമി രക്ഷാധികാരി രാജഗോപാലിന്റെ അധ്യക്ഷതയിൽ ജഗള സിനിമയുടെ നിർമ്മാതാവ് സജിത്ത് പണിക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാതാവ് സജിത്ത് പണിക്കർ, സംവിധായകൻ ശ്രീദേവ് കപൂർ, അഭിനേതാക്കളായ വിജയൻ ചാത്തന്നൂർ, ശശി കുളപ്പുള്ളി, പട്ടാമ്പി ചന്ദ്രൻ, സജീവ് വള്ളൂർ, സുനിൽ ചാലിശ്ശേരി, RV കപൂർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് സിനിമയുടെ ട്രെയിലർ പ്രദർശിപ്പിച്ചു. പൈതൃക അക്കാദമി അംഗങ്ങളായ വനജ സുനിൽ, രേഷ്മ, ആതിര, ലിജി, ഹരീഷ് എന്നിവർ പങ്കെടുത്തു. അക്കാദമി വൈസ് പ്രസിഡന്റ് നിഷ അജിത് കുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സനോജ് കുമ്പിടി നന്ദിയും പറഞ്ഞു. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാഷാ സമര അനുസ്മരണവും തൃശൂർ ജില്ലാതല അലിഫ് അറബിക് ടാലന്റ് പരീക്ഷയും നടന്നു. ഓരോ ഉപജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാ തലത്തിൽ മത്സരിച്ചത്. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 76 വിദ്യാർത്ഥികൾ ജില്ലാ തലത്തിൽ മത്സരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഈ മാസം 27-ന് പത്തനംതിട്ടയിൽ നടക്കുന്ന അലിഫ് സംസ്ഥാനതല മത്സരത്തിൽ 1ാം സ്ഥാനക്കാർ മത്സരിക്കും. സമാപന സമ്മേളനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് VM മുഹമ്മദ് ഗസാലി ഉദ്ഘാടനം ചെയ്തു. KATF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മൂസിൻ പാടൂർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ സംസ്ഥാന കൗൺസിലർ K അഷ്റഫ് ഭാഷാ സമര അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രമുഖ IT ട്രെയിനർ ഗഫൂർ ആറ്റൂർ പാരന്റിംഗ് സെക്ഷൻ നിയന്ത്രിച്ചു. സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, സംസ്ഥാന കൗൺസിലർ PH മുസ്തഫ, വനിതാ വിംഗ് സംസ്ഥാന കൗൺസിലർ KI സീനത്ത്, സീനിയർ വൈസ് പ്രസിഡന്റ് MK സലാഹുദ്ദീൻ, AV കാമിൽ, അൻസാർ വടക്കാഞ്ചേരി, നസീം കുന്നംകുളം, വനിതാ വിംഗ് തൃശൂർ ജില്ലാ ചെയർപേഴ്സൺ KA ഷബ്ന എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി C അനസ് ബാബു സ്വാഗതവും ട്രഷറർ കബീർ ബുസ്താനി നന്ദിയും പറഞ്ഞു. അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ചെസ് ബോധവൽക്കരണവും പരിശീലന മത്സരവും സംഘടിപ്പിച്ചു. ആഗതിയൂർ കോവിലകത്ത് നടന്ന ചടങ്ങ് റിട്ടയേർഡ് എയർഫോഴ്സ് ജൂനിയർ വാറന്റ് ഓഫീസറും മുൻ ചെസ് താരവുമായ കോവിലകം ഹർഷൻ ആദ്യ കരുനീക്കി മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടക്കക്കാരായ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയായിരുന്നു പരിശീലന മത്സരം. പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷത വഹിച്ചു.
സ്വാവലംബൻ കൺവീനർ സി മഹേഷ്, വൈസ് പ്രസിഡന്റ് ശശികുമാർ എന്നിവർ സംസാരിച്ചു. പോർക്കുളം സേവാഭാരതിയുടെ ആഭിമുഖ്യത്തിൽ ആഴ്ചതോറും കുട്ടികൾക്കായി നടക്കുന്ന ഭാരതീയ സാംസ്കാരിക മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠന ക്ലാസിനോടനുബന്ധിച്ചാണ് ചെസ് പരിശീലനവും നടക്കുക. ജൂലൈ 24 നടക്കുന്ന കർക്കിടക വാവുബലിക്കായി ചെറുവത്താണി ആറാട്ടുകടവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 3 ക്ഷേത്രത്തിന്റെ മേൽക്കൂരയുള്ള സ്ഥിരം ബലിമണ്ഡപത്തിൽ ബലികർമ്മങ്ങൾ ആരംഭിക്കും. തിലഹോമവും ഉണ്ടാകും. ശാന്തിമാരായ PA അനീഷ്, K പുരുഷോത്തമൻ, സന്ദീപ്, സന്തോഷ് എന്നിവർ കാർമ്മികരാകും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടക്കും. പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളിൽ നന്മയുടെ നല്ല പാഠം നൽകുന്നതിനായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതരേഖ അടങ്ങിയ പുസ്തകം അധ്യാപകൻ സൗജന്യമായി വിതരണം ചെയ്യുന്ന പദ്ധതി തൃശൂർ ജില്ലയിൽ പൂർത്തിയായി. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജുവാണ് തൃശൂർ അതിരൂപതയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പള്ളികളിലെ മതബോധന വിദ്യാർത്ഥികൾക്കായി പുസ്തകം സൗജന്യമായി വിതരണം ചെയ്യുന്നത്. കരുമത്ര, പെരിങ്ങാട്, പാറന്നൂർ, തണ്ടിലം, കിരാലൂർ, ആറ്റത്തറ, കുനമുച്ചി, ചിറനെല്ലൂർ, വാഗ എന്നീ പള്ളികളിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തകം വിതരണം ചെയ്തു. സമാപന വിതരണം കണ്ടാണശ്ശേരി സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ഫെബിൻ കുത്തൂർ, വിദ്യാർത്ഥി ലീഡർമാരായ സോണി പയസ്, നിബിൻ സാബു എന്നിവർക്ക് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മതബോധന സ്കൂൾ പ്രിൻസിപ്പാൾ ബെന്നി പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ സിസ്റ്റർ ലിസ്മി റോസ്, സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ, മിനി ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. PJ സ്റ്റൈജു പുസ്തക വിതരണ അനുഭവം കുട്ടികളുമായി പങ്കുവച്ചു. വിദ്യാർത്ഥികളായ എയ്തൽ ജോയ്, അലീന ബെന്നി, ഇമ റോസ് KJ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാലിശ്ശേരി ആലിക്കരയിൽ CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SLC, +2, ഡിഗ്രി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ആദരിക്കാനായി സംഘടിപ്പിച്ച യോഗം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗവും വാഗ്മിയുമായ ജംഷീദ് അലി ഉദ്ഘാടനം ചെയ്തു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം AK ഷാനിബ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, വാർഡ് മെമ്പർ ഷഹന മുജീബ്, TM കുഞ്ഞുകുട്ടൻ, പ്രയാൺ, ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു. 5 വർഷത്തെ വികസന കാഴ്ചപ്പാടിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച മെമ്പർ ഷഹന മുജീബിനെയും ഗായകൻ ദേവരാജൻ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരെയും ഉപഹാരം നൽകി ആദരിച്ചു. CK സൂഷി അധ്യക്ഷനായി. വൈദ്യരത്നം തലക്കോട്ടുകര ആയുർവേദശാലയും കേച്ചേരി വളപ്പിൽ കൂട്ടായ്മയും സംയുക്തമായി സൗജന്യ ആയുർവേദ പരിശോധന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച വൈദ്യപരിശോധന 1 മണി വരെ തുടർന്നു. ക്യാമ്പിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത 100 പേർക്ക് സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി. എരുമപ്പെട്ടി കോട്ടപ്പുറം മണ്ണത്തൃക്കോവ് ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച കർക്കിടക വാവുബലിയോടനുബന്ധിച്ച് ഭക്തർക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ബലിതർപ്പണം നടത്തുന്ന ഭക്തർക്ക് ലഘുഭക്ഷണം ഒരുക്കിയതായും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കോതച്ചിറ ആത്രശ്ശേരി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കർക്കിടക 4-ന് മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭഗവത് സേവയും നടന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് തൃശൂർ ശിവനാരായണന്റെ രാമായണ പ്രഭാഷണവും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രഭാത ഭക്ഷണവും ഔഷധക്കഞ്ഞി വിതരണവും നടന്നു. ക്ഷേത്രം ഭാരവാഹികൾ നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി കടങ്ങോട് കുടക്കുഴി ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു. ചന്ദ്രൻ, KG രവി, ശ്രീദേവിയമ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശമംഗലം ശ്രീരാമകൃഷ്ണ തപോവനത്തിലെ ശുദ്ധവിഗ്രഹ തീർത്ഥപാദർ രാമായണ തത്വപ്രവചനം നടത്തി. ഒക്ടോബർ 7 മുതൽ 21 വരെ നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ചും പ്രഭാഷണമുണ്ടായി. ചന്ദ്രൻ ആചാര്യന് ദക്ഷിണ നൽകി. 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 1 മാസത്തോളമായി വിവിധ പരിപാടികളോടെ നടന്നുവന്നിരുന്ന ദേശീയ വായനാ മാസാചരണം സമാപിച്ചു. എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ ഡോക്ടർ ഹിക്മത്തുള്ള സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിലും ലൈബ്രറിയിലുമായി നടന്നുവന്ന ബുക്ക് റിവ്യൂ, ഗ്രന്ഥകാരനെ തിരിച്ചറിയുക, കവർ പേജ് മേക്കിംഗ് എന്നീ വിവിധ പരിപാടികളുടെ സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. 4 ചുമരുകൾക്കുള്ളിൽ നിന്ന് വായനാ ലോകത്തിലേക്കുള്ള വാതായനം തുറക്കുമെന്ന തിരിച്ചറിവ് കുട്ടികളിലേക്ക് അദ്ദേഹം പകർന്നു നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ സംസാരിച്ചു. നവാൽ തബസ് സ്വാഗതവും ബർസ ഫാത്തിമ നന്ദിയും പറഞ്ഞു. ഹംന ഹഫീസ് പ്രാർത്ഥന നടത്തി. സെക്ഷൻ ഹെഡ് M ഷാബിദ, ലൈബ്രറിയൻ PK ഷൈനി എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 9140 രൂപ, പവന് 73,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത്
മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 123 രൂപ. പ്രമുഖ വ്യവസായി വടക്കേക്കാട് തൊഴിയൂർ മത്രംകോട് വീട്ടിൽ ഹൈദർ ഹാജി നിര്യാതനായി. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തീർത്തും വിശ്രമത്തിലായിരുന്നു അദ്ദേഹം. ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഹൈസൺ മോട്ടോഴ്സ് ഫാമിലി ഫുഡ് സെന്റർ ഖത്തർ, IES ചിറ്റ്ലപ്പള്ളി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളുടെ സ്ഥാപകാംഗമാണ്. കുന്നംകുളം യൂണിറ്റി ആശുപത്രി ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇന്ന് വൈകിട്ട് ദോഹയിൽ ഖബറടക്കം നടക്കും. വേലൂർ പള്ളിക്ക് സമീപം ചീരമ്പൻ പൗലോസ് സേവിയർ നിര്യാതനായി. 73 വയസ്സായിരുന്നു. മേഖലയിലെ പലചരക്ക് വ്യാപാരിയായിരുന്നു. സംസ്കാരം 5 മണിക്ക് വേലൂർ സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലിസി ഭാര്യയും ആൻസിലിൻ, അൻവീന എന്നിവർ മക്കളുമാണ്. കേച്ചേരി മഴുവഞ്ചേരി അറങ്ങാശ്ശേരി ജോസ് ഭാര്യ ലില്ലി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം എരനല്ലൂർ പരിശുദ്ധ കൊന്തമാതാവിൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ലിജോ, സിജോ എന്നിവർ മക്കളാണ്. വടക്കേക്കാട് കല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന മതിയാട്ട് ദാസൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുലോചന ഭാര്യയും അഞ്ജന, അക്ഷയ, അരുൺ എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലേക്ക് എടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പുന്നപ്ര വയലാർ സമരനായകനുമായി ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായി പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അന്തരിച്ചു. 102-ാം വയസ്സിലായിരുന്നു പോരാട്ടങ്ങൾ രാഗിമിനിക്കുക ആ ജ്വലിക്കുന്ന ജീവിതത്തിന് തിരശ്ശീല വീണത്. VSന്റെ മൃതദേഹം മറ്റന്നാൾ സംസ്കരിക്കും. ഇന്ന് രാത്രി മുതൽ തിരുവനന്തപുരത്ത് പൊതുദർശനം, നാളെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. പാർട്ടി പതാകകൾ താഴ്ത്തിക്കെട്ടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനയിലും പെർമിറ്റ് പുതുക്കുന്നതിലും അനുകൂല തീരുമാനമുണ്ടാകാത്തതിനെ തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ പണിമുടക്ക്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.